ഡ്രീം വർക്ക്സ് ആനിമേഷൻ സ്റ്റുഡിയോ 2014 പുറത്തിറക്കിയ ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ 2 എന്ന സിനിമയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ എല്ലാവരും ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കണം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ആനിമേഷനിൽ 2010-ലും ലൈവ് ആക്ഷൻ ആയിട്ട് 2025-ലും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം കഥയാണ്. ഇത് രണ്ടും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് സിനിമകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ സിനിമയും തുടങ്ങുന്നത് ഹിക്കപ്പിന്റെ വോയിസോടുകൂടിയാണ്. ഇതാണ് ബെർക്ക്. ഇതൊരു മനോഹരമായ സ്ഥലമാണ്. പക്ഷേ കാണാൻ നിങ്ങൾക്ക് അത്ര മനോഹരമായെന്നും തോന്നത്തില്ല. എങ്കിലും ഇവിടെ എല്ലാവരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും പറയുന്നു. എന്നാൽ കുറച്ച് ആടുകളാണെങ്കിൽ ഡ്രാഗൺസിനെയൊക്കെ പേടിച്ച് ഒളിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡ്രാഗൺ വന്ന് അതിനെ റാഞ്ചി അങ്ങ് എടുത്തുകൊണ്ടുപോകുന്നു. സത്യത്തിൽ അതിനെ ഫിഷ്ലെക്സ് എന്ന പേരുള്ള തടിയനാണ് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ഇപ്പോ ഡ്രാഗൺ റേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആടുകളെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ കൊട്ടയിൽ ഏറ്റവും കൂടുതൽ ഇടുന്നവനാണ് വിജയ്. അതിന് നോട്ട് ലൗട്ട് ആണെങ്കിൽ തടിയന്റെ അടുത്ത് നിന്നും അത് മേടിച്ചെടുക്കുകയും റഫ്നട്ട് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്കത് കൊടുക്കുകയും അവളത് അവളുടെ കൊട്ടയിലിട്ട് പോയിന്റ് നേടുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടിട്ട് ടോയ്ക്ക് ഒരുപാട് ആവേശം കൊള്ളുകയും ഓരോ കൊട്ടയും എണ്ണാനും തുടങ്ങുന്നു. ട്വിൻസിന് ഇപ്പൊ 9 എണ്ണമായി, ആസ്ട്രിഡിന് 3 എണ്ണവും. ബാക്കി നോട്ട് ലൗട്ടിനും ഫിക്സ്ലെക്സിനും ഒറ്റ പോയിന്റ് ഇല്ല. അവർക്ക് കിട്ടുന്നതൊക്കെ ഇപ്പോ ട്വിൻസിനാണ് പോകുന്നത്. കൂടാതെ ഹിക്കപ്പിനെ കാണാൻ പോലും ഇല്ലെന്ന് പറയുകയും അവിടെ ഇരുന്ന് അത് കാണുകയും ചെയ്യും. ഈ സമയം ആസ്ട്രിഡ് ആണെങ്കിൽ എടാ പൊട്ടൻ സ്നോട്ട് ലൗട്ടെ, നീ എന്തിനാ നിന്റെ പോയിന്റ് ഒക്കെ റഫ്നട്ടിന് പോയി കൊടുക്കുന്നതെന്ന് ചോദിച്ചതും അവളെന്റെ കാമുകയാണ്, അവൾക്ക് വേണ്ടി ഞാൻ എന്തും കൊടുക്കുമെന്ന് പറയുമ്പോൾ അവളെ എന്നെ ചതിക്കുമെന്ന് ആസ്ട്രിഡ് പറയുകയും അടുത്ത മാർക്ക് ചെയ്ത ആടിനെ നോക്കി പറക്കാനും തുടങ്ങുന്നു. അപ്പോഴേക്കും റേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതും അവസാന ആടായ കറുത്ത ആടിനെ ഇറക്കാൻ ടോയ്ക്ക് പറയുകയും അതോടെ വലിയ പീപ്പി ഒലിച്ച് അത് അറിയിക്കുകയും അതിനെ മുകളിലേക്ക് അടിച്ചുവിടുകയും ചെയ്യുന്നു. ഇതോടെ ഉടനെ തന്നെ ആസ്ട്രിഡ് അതിനെ പൊക്കാൻ നോക്കുമെങ്കിലും തടിയൻ അപ്പോഴേക്കും അത് അടിച്ചോണ്ട് പോവുകയും എന്റെ ഡാർലിങ്ങിന് ഞാനിത് കൊടുക്കുമെന്നും പറഞ്ഞ് അവനും റഫ്നട്ടിനെ കൊടുക്കുകയും നമ്മൾ ഒരുമിച്ച് വിജയിക്കുമെന്നും പറയുമ്പോൾ അവൾ അവനെ താട്ടി താഴേക്കിടുകയും കൊട്ടയിലേക്ക് ഇടാനായി അടുത്തോട്ട് പോയതും ആസ്ട്രിഡ് അത് ചാടി കൈക്കലാക്കുകയും എല്ലാവരുടെ ഇടയിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവൾ അത് കൊട്ടയിലേക്ക് ഇടുകയും ചെയ്യുന്നു. അങ്ങനെ 13 പോയിന്റോടെ ആസ്ട്രിഡ് ജയിച്ചിരിക്കുകയാണ്. കാരണം വെള്ള ആടിന് 1 പോയിന്റും കറുത്ത ആടിന് 10 പോയിന്റും വെച്ചാണ് കൂട്ടുന്നത്. അപ്പോൾ റഫ്നട്ടും ഡഫ്നട്ടും വെളുത്ത ആടുകളെ 9 എണ്ണം ഇട്ടിട്ടും അവരിപ്പോ തോറ്റുപോയിരിക്കുകയാണ്. ടോയ്ക്കാണെങ്കിൽ എന്റെ ഭാവി മരുമോളാണെന്നും പറഞ്ഞ് ആവേശം കൊള്ളുകയും അവൾ ജയിച്ചതിൽ ആർപ്പ് വിളിച്ച് സന്തോഷിക്കുന്നു. അങ്ങനെ ആസ്ട്രിഡ് അവളുടെ ഫാൻസിനൊക്കെ കൈ കൊടുത്ത് അവിടെ നിന്നും പറന്നു പോകുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹീറോ ആയ ഹിക്കപ്പിനെയും അവന്റെ ഡ്രാഗൺ ടൂത്ത്ലെസിനെയും കാണിക്കുന്നത്. അവനങ്ങനെ കടലിന്റെ മുകളിലൂടെ പറന്ന് പോവുകയാണ്. ഇപ്പോ അവന് വേണ്ടിയുള്ള സ്യൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മുകളിലേക്കൊക്കെ പറന്നു പോവുകയും അപ്പോൾ അടുത്ത ട്രെയിനിങ് തുടങ്ങാമെന്നും പറഞ്ഞ് ഹിക്കപ്പ് റെഡിയാകുമ്പോൾ ടൂത്ത്ലെസ് ഓക്കെയും പറയുന്നു. അവനിപ്പോ പറക്കുന്ന സ്യൂട്ട് ഉണ്ടാക്കി അത് വെച്ച് പറക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് താഴോട്ട് പോയതും പെട്ടെന്ന് അവൻ ചിറകുണാക്കുകയും പറന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും. കൂടെ ടൂത്ത്ലെസും പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം മേഘത്തിലൂടെ പോയതും ടൂത്ത്ലെസ് തീയൊക്കെ തുപ്പി ആഘോഷിക്കുകയാണ്. എന്നാൽ മേഘമുള്ളതുകൊണ്ട് മുന്നിലത്തെ പാറ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവനാ പാറയിലേക്ക് ഇടിക്കാൻ പോയതും ടൂത്ത്ലെസ് അത് വെടിവെച്ച് പൊട്ടിക്കുകയും അവനെ പിടിച്ചുകൊണ്ട് താഴോട്ട് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ കഷ്ടിച്ച് അതിൽ നിന്നും അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ഹിക്കപ്പ് ആണെങ്കിൽ നിന്റെ വാല് ഞാനില്ലാതെ നിനക്ക് തനിച്ചു പറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്കൊരിക്കലും മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുകയും എന്നാൽ ഇങ്ങനെയുള്ള ആക്സിഡൻസ് വളരെ കുറയുമെന്നും പറയുന്നു. കൂടാതെ ഹിക്കപ്പ് പറക്കുന്ന ട്രെയിനിങ്ങിനോടൊപ്പം ആരും പോവാത്ത പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവൻ മുന്നോട്ട് നോക്കിയതും ഇനി നമുക്ക് ഒരുപാട് കണ്ടുപിടിക്കാനുണ്ടെന്നും പറഞ്ഞത് കേട്ട് ടൂത്ത്ലെസ് അവനോട് പിണങ്ങുകയും അവര് രണ്ടും തമ്മിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ശേഷം ഹിക്കപ്പ് അവനിതുവരെ കണ്ടുപിടിച്ച മാപ്സ് ഒക്കെ അവിടെ നിരത്തുകയും നമ്മളിപ്പോ മുന്നിൽ കണ്ട സ്ഥലത്തിന് എന്ത് പേരിടുമെന്നും പറഞ്ഞ് ഒരു പേര് പറയുകയും അതും ഇട്ട് അടയാളപ്പെടുത്തി വെക്കുകയും നമ്മളിങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ നൈറ്റ് ഫ്യൂരിയെ കാണാൻ പറ്റുമെന്നും പറയുന്നു. എന്നാൽ ആ സമയം ആസ്ട്രിഡ് അവളുടെ ഡ്രാഗനുമായി അങ്ങോട്ടേക്ക് എത്തിയത് കണ്ട് ടൂത്ത്ലെസ് അതിനോടൊപ്പം കളിക്കുകയാണ്. അവളാണെങ്കിൽ ഞാൻ ഇന്നത്തെ ഡ്രാഗൺ റേസിൽ ജയിച്ചു, പിന്നെ നിന്നെ അവിടെ കാണാത്തോണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ നിന്റെ അച്ഛനും ചോദിച്ചു എന്ന് പറയുമ്പോൾ അച്ഛനെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. അത് നിന്നാണ് അച്ഛനെ നീ ഒഴിവാക്കുന്നത്? അയാളാണ് ഇപ്പോ നമ്മുടെ ഗ്രാമത്തിന്റെ തലവൻ, അതുപോലെ എന്നെയും ആക്കാൻ നോക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മറന്നതെന്ന് അവൻ പറഞ്ഞതും എടാ അത് എത്ര വലിയ കാര്യമാണെന്ന് നിനക്കറിയോ, എന്നിട്ടും എന്താ നീ അത് തള്ളിക്കളയുന്നേ? ഈ ഗ്രാമത്തിലെ ആൾക്കാരെ നോക്കുന്നതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ളവർക്കുള്ള പണിയാണ്. അപ്പോ അതിന്റെ അച്ഛനെ തന്നെയാണ് ചേരുക എന്ന് ഹിക്കപ്പും പറയുമ്പോൾ നീ പറയുന്നതിനും കാര്യമുണ്ട്, പിന്നെ നീ മറ്റുള്ളവരെ പോലെയല്ല, നീ വേറെ തന്നെയാണെന്ന് അവൾ പറഞ്ഞതും അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും പോലെയാണ്, പക്ഷേ ഞാൻ എന്റെ അച്ഛനെ പോലെയല്ല, എനിക്കാണ് എന്റെ അമ്മ എങ്ങനെയാണെന്ന് പോലും അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹിക്കപ്പ് പറയുമ്പോൾ നീ ആരാണെന്നറിയാൻ കറങ്ങൊന്നും വേണ്ട ഹിക്കപ്പ്, നീ ആരാണെന്ന് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ആസ്ട്രിഡ് പറയുകയും അവനെ സമാധാനിപ്പിക്കാനും നോക്കുന്നു. പക്ഷേ അതിനിടെ ഹിക്കപ്പ് എന്തോ ദൂരെ കാണുകയും അവിടെ എന്തോ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാനും തുടങ്ങുന്നു. അവിടെയാണെങ്കിൽ മൊത്തം കത്തി നശിച്ച് മൊത്തം പുകയാണ്. കടലിലാണെങ്കിൽ വലിയ
വലിയ ഐസിന്റെ കട്ട കണ്ടതും ഹിക്കപ്പും ആസ്ട്രിഡും കൂടെ ചുറ്റും പറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐസിനിടയിലാണെങ്കിൽ കപ്പലുകൾ പൊട്ടി കിടപ്പുണ്ട്. അവിടെയാണെങ്കിൽ വലിയൊരു കാൽപ്പാടും കിടക്കുന്നത് കണ്ട് ടൂത്ത്ലെസ് പേടിക്കുകയും ഹിക്കപ്പ് അവനെ ആശ്വസിപ്പിക്കുന്നതിനിടെ താഴെ നിന്ന് ആരോ അവർക്ക് നേരെ വലയടിച്ചു വിടുകയും ജസ്റ്റ് മിസ്സിന് നൈറ്റ് ഫ്യൂരി മാറിക്കളയുമ്പോൾ ആസ്ട്രിഡിന്റെ ഡ്രാഗൻ അത് കൊള്ളുകയും രണ്ടുപേരും താഴേക്ക് വീഴാനും തുടങ്ങുന്നു. എന്നാൽ ആസ്ട്രിഡിനെ ഹിക്കപ്പ് രക്ഷപ്പെടുത്തുന്നു. പക്ഷേ അവളുടെ ഡ്രാഗനെ എല്ലാവരും ചേർന്ന് അവിടെ പിടിച്ചു വെച്ച് കളയുന്നു. പക്ഷേ ആസ്ട്രിഡുമായി ഹിക്കപ്പ് അങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങുകയും നൈറ്റ് ഫ്യൂരിയെ കണ്ട് എല്ലാവരും പേടിച്ചു പോകുന്നു. കൂടാതെ അവന്റെ തീ കത്തുന്ന വാള് കണ്ടിട്ടും അവർ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതിലെ എറിറ്റെന്ന ഒരുത്തനാണെങ്കിൽ അത് നൈറ്റ് ഫ്യൂരി അല്ല, ഇതിന്റെ വംശം തീർന്നു പോയെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ഇതുപോലൊരു ഡ്രാഗൻ ഡ്രാഗോയുടെ ഡ്രാഗൻ ആർമിയിൽ പോലും ഇല്ലെന്ന് അവൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. അത് നിങ്ങൾ ഞങ്ങളുടെ കപ്പൽ തകർക്കുന്നതിന് മുന്നേയും ഡ്രാഗനെ മോഷ്ടിക്കുന്നതിന് മുന്നേയും ആലോചിക്കണമായിരുന്നു. സുഹൃത്തെ, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഈ ഒരു സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും എന്നും പറഞ്ഞതും നിങ്ങൾ പൊട്ടം കളിക്കല്ലേ. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഡ്രാഗൻസിനെ ട്രാപ്പ് വെച്ച് പിടിക്കുന്നത്. എന്നിട്ട് നിന്റെ കൂട്ടത്തിലുള്ള ഏതോ ഒരുത്തം വന്നാണ് ഞങ്ങളുടെ ഡ്രാഗൻസിനെ ഒക്കെ അടിച്ചു കൊണ്ടുപോയതെന്ന് പറഞ്ഞത് കേട്ട് അപ്പോ വേറെ ആൾക്കാരും ഡ്രാഗനെ പറത്തുന്നുണ്ടോ എന്ന് ഹിക്കപ്പും ചോദിക്കുമ്പോ ഇന്നലെ നിങ്ങളുടെ ആൾക്കാരാണ് ഡ്രാഗനെ പറത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്തത്. എന്നിട്ട് നീ ഞങ്ങളോട് തന്നെ അത് ചോദിക്കുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഐസ് തുപ്പുന്ന ഡ്രാഗനൊക്കെ ഉണ്ടാവാം, പക്ഷെ ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ഡ്രാഗനെയൊക്കെ ഞങ്ങള് ഡ്രാഗയ്ക്ക് പിടിച്ച് കൊണ്ടുകൊടുക്കും. അതെങ്ങാനും തെറ്റിച്ചാ അവൻ വളരെ ദേഷ്യപ്പെടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഡ്രാഗോയെ പറ്റിയോ അല്ലെങ്കിൽ ഐസ് തുപ്പുന്ന ഡ്രാഗനെ പറ്റിയോ നിങ്ങളുടെ ഡ്രാഗൻ അടിച്ചുകൊണ്ട് പോയവനെ പറ്റിയോ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഡ്രാഗൻ ഇങ്ങ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോവായിരുന്നു എന്ന് ഹിക്കപ്പ് പറയുകയും ഇതിനിടെ എററ്റ് എന്റെ പേര് എററ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ശ്രദ്ധ മാറ്റുകയും ഈ സമയം മുകളിൽ നിന്ന് നൈറ്റ് ഫ്യൂരിയെ വെടിവെക്കാൻ വേണ്ടി അവർ റെഡിയായതും പെട്ടെന്ന് അമ്പടിച്ചു വിടാൻ എററ്റ് സിഗ്നൽ കൊടുക്കുന്നതോടെ നൈറ്റ് ഫ്യൂരി മുകളിലേക്ക് വെടിവെച്ചങ്ങ് പൊളിച്ചു കളയുകയും അപ്പോഴേക്കും ഡ്രാഗനെയും രക്ഷിച്ച് അവിടെ നിന്നും പറന്നു പോകാനും തുടങ്ങും. പക്ഷേ എററ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അധികകാലം ഈ ഡ്രാഗൻസിനൊന്നും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാ ഡ്രാഗനെയും പിടിക്കാൻ വേണ്ടി ഡ്രാഗോ അവന്റെ ഡ്രാഗൻ ആർമിയുമായി വരുന്നുണ്ടെന്ന് പറയുകയും ഹിക്കപ്പ് അവിടെ നിന്നും പോവുകയും ചെയ്യും. ഇപ്പോ വർക്കിലുള്ള ആൾക്കാരാണെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോയ്ക്കാണെങ്കിൽ ഗോബറിന്റെ അടുത്ത് ഹിക്കപ്പിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോന്ന് ചോദിച്ചതും അവനെ എവിടെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ അവനിങ്ങനെ മുങ്ങി നടക്കുന്നത് നീ റിട്ടയർ ചെയ്ത് അവനെ ഗ്രാമത്തിന്റെ തലവനാക്കുന്നത് കൊണ്ടാണ്. അവനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടവുമില്ല. അതുകൊണ്ട് അത് കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് അവനെ ചുമതലകളൊക്കെ ഏൽപ്പിച്ചാ പോരെ എന്ന് ഗോബർ ചോദിക്കുന്നുണ്ടെങ്കിലും ടോയ്ക്കിന് എത്രയും പെട്ടെന്ന് ആക്കാനാണ് താല്പര്യം. ആ സമയം തന്നെ ഹിക്കപ്പും അങ്ങോട്ടേക്ക് എത്തിയത് കണ്ട് വന്നല്ലോ ബെർക്കിന്റെ അഭിമാനം എന്നൊക്കെ ടോയ്ക്ക് പറയുകയും ഹിക്കപ്പ് ആണെങ്കിൽ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ടോയ്ക്കിനോട് അത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ടോയ്ക്ക് ഒരു ഗ്രാമതലവന് വേണ്ട യഥാർത്ഥ ഗുണങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഹിക്കപ്പ് വീണ്ടും എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് അച്ഛാ എന്ന് പറയുകയും അച്ഛൻ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവനെ കാര്യം പറയാൻ തുടങ്ങുന്നു. ഞാനും ആസ്ട്രിഡും കുറച്ചു ദൂരെ പുതിയൊരു സ്ഥലം കണ്ടെത്തിയായിരുന്നു. അവിടെയാണെങ്കിൽ കുറച്ച് ഡ്രാഗൺ ട്രാപ്പേഴ്സ് എന്തോ കാരണം കൊണ്ട് അവരുടെ കപ്പല് ഒളിഞ്ഞ് അവിടെ കടലിന്റെ സൈഡിൽ പെട്ടതായിരുന്നു. ഞങ്ങൾ അവരെ കണ്ടപ്പോ അവര് പറഞ്ഞത് കപ്പലൊക്കെ പൊളിച്ചത് ഒരു ഐസ് തുപ്പുന്ന ഡ്രാഗൻ ആണെന്നാണ്. പിന്നെ അവര് കരുതിയിരിക്കുന്നത് ഇതൊക്കെ ചെയ്തത് നമ്മളാണെന്നും പറയുമ്പോ അതൊക്കെ പോട്ടെ ഹിക്കപ്പ്, ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാമത്തിലെ എല്ലാവരോടും പറയണമെന്ന് ടോയ്ക്ക് പറഞ്ഞത് കേട്ട് അച്ഛാ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം അവര് വലിയൊരു ഡ്രാഗൻ ആർമി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എല്ലാ ഡ്രാഗനെയും തേടി ഡ്രാഗോ എന്ന് പറയുന്ന ഒരുത്തൻ വരുമെന്നാണ് അവിടെയുള്ള ഡ്രാഗൺ ട്രാപ്പേഴ്സ് പറഞ്ഞതെന്നും പറയുമ്പോൾ ടോയ്ക്ക് ഞെട്ടിപ്പോവുകയും അവന്റെ പേര് ഡ്രാഗോ തന്നെയാണെന്ന് ടോയ്ക്ക് വീണ്ടും ചോദിക്കുകയും അതേന്നും ഹിക്കപ്പ് പറയുന്നു. ഇതോടെ ഉടനെ തന്നെ ഡ്രാഗൻസിനെ എല്ലാം ഉള്ളിലിട്ട് പൂട്ടാൻ പറഞ്ഞുകൊണ്ട് ഗേറ്റ് മൊത്തം അടക്കുകയാണ്. ഹിക്കപ്പ് ആണെങ്കിൽ നിങ്ങളതിനാ ഇത്ര ധൃതി വിട്ടുന്ന അവന് ഇപ്പോഴൊന്നും ഇങ്ങോട്ടേക്ക് എത്തത്തില്ല, നിനക്ക് ഡ്രാഗോയെ പറ്റി അറിയാത്തോണ്ടാ, അവനൊരു ലോക വട്ടനാണ്, അവനെങ്ങാനും വലിയ ഡ്രാഗൻ ആർമി ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയുമെന്ന് സ്റ്റോയ്ക്ക് പറയുകയും ബാക്കിയുള്ള ഡ്രാഗൻസിനെ കൂടെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറ്റി അടക്കാനും പറയുന്നു. ഹിക്കപ്പാണേൽ അച്ഛാ നിങ്ങളതിനാ ഇത്രയും പേടിക്കുന്നതെന്ന് ചോദിച്ചത് കേട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ആളാണ് ഡ്രാഗോ, അതുകൊണ്ട് നമ്മളൊരു യുദ്ധത്തിന് തയ്യാറായിരിക്കണം. എന്ത് നമ്മളതിനാ യുദ്ധത്തിനൊക്കെ തയ്യാറാവുന്നേ? നമുക്ക് ആ ഡ്രാഗൺ ട്രാപ്പേഴ്സിനെ ഒന്ന് വേരട്ടി ചോദ്യം ചോദിച്ചാൽ ഡ്രാഗോ എവിടെയാണെന്ന് അവര് പറഞ്ഞുതരും. അങ്ങനെ ഡ്രാഗോയോട് സംസാരിച്ച് നമ്മൾ അവന്റെ മനസ്സ് മാറ്റിയാ പോരെയെന്ന് ഹിക്കപ്പ് ചോദിക്കുമെങ്കിലും നീ വിചാരിക്കുന്നത് പോലെ എല്ലാവരുടെയും മനസ്സങ്ങനെ മാറ്റാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് മൊത്തം ഗേറ്റ് അടച്ചു കൂട്ടാൻ പറയുകയും ഹിക്കപ്പ് ഗേറ്റ് അടയുന്നതിന് മുന്നേ നൈറ്റ് ഫ്യൂരിയും എടുത്ത് അവിടെ നിന്നും പറന്ന് പൊക്കളയുന്നു. ഇത് കണ്ട് പുറകെ തന്നെ ആസ്ട്രിഡും പൊക്കളയുന്നു. ടോയ്ക്കിന് ഇതൊക്കെ കണ്ട് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കപ്പലൊക്കെ ശരിയാക്കി ഡ്രാഗോയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എറിറ്റിനെയാണ്. ഈ ഒരു സ്പീഡിൽ പോയാൽ നമ്മൾ നാളത്തേക്ക് ഡ്രാഗോയുടെ അടുത്തേക്ക് എത്തിച്ചേരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് മുകളിൽ രണ്ട് ഡ്രാഗൻസിനെ കാണുകയും അതിനെ പിടിക്കാൻ വേണ്ടി അതിന് നേർക്ക് ഉന്നം വെച്ചതും നോക്കുമ്പോൾ അത് ഹിക്കപ്പാണ്. എന്നിട്ടും അവൻ വിടാതെ നൈറ്റ് ഫ്യൂരിയെ തന്നെ ടാർഗറ്റ് ചെയ്യുകയും അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. എറിറ്റാണെങ്കിൽ ഇനി നിങ്ങൾ തിരിച്ചു പോകില്ല എന്ന് പറയുമ്പോൾ തന്നെ അതെ ഞങ്ങളും കീഴടങ്ങാനാണ് ഇങ്ങോട്ട് വന്നത്
വന്നതെന്ന് ഹിക്കപ്പും പറയുകയും നിനക്കൊരു നൈറ്റ് ഫ്യൂരിയം കിട്ടി, കുറ്റവാളികളായി ഞങ്ങളെയും കിട്ടിയെന്ന് പറഞ്ഞ് കപ്പലിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് വീണ്ടും പൊങ്ങി വരികയും എന്റെ തീ കത്തുന്ന വാള് തരാൻ ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് അവരിലെ ഒരുത്തന് അത് കൊടുക്കുകയും അവനാണെങ്കിൽ അതിലെ എന്തോ പിടിച്ച് അമർത്തിയതും പെട്ടെന്ന് അതിൽ നിന്ന് ഗ്യാസ് ഒഴിയുകയും പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്യും. അതോടെ എറിറ്റാണെങ്കിൽ നീ എന്തിനാ വീണ്ടും വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചത് കേട്ട് ഹിക്കപ്പ് അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. സത്യത്തിൽ ഡ്രാഗൻസ് കുഞ്ഞുങ്ങളെ പോലെയാണ്. കാരണം ഒരിക്കൽ നമ്മൾ ഒരു ഡ്രാഗന്റെ വിശ്വാസം നേടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒപ്പം ജീവിതകാലം മുഴുവനും ഉണ്ടാവും, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി. അതൊന്നും നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഡ്രാഗനെ പിടിച്ച് ഡ്രാഗോയ്ക്ക് കൊണ്ടുകൊടുക്കുന്നത്. സത്യത്തിൽ ഡ്രാഗനെ പേടിപ്പിച്ചിട്ടല്ല കൂടെ നിർത്തേണ്ടത്, അവരെ സ്നേഹിച്ചിട്ടാണെന്ന് പറയുകയും അത് ഞാൻ എന്റെ ഗ്രാമത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുത്തായിരുന്നു. അതുപോലെ എനിക്ക് ഡ്രാഗോയുടെ മനസ്സും മാറ്റാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിനക്ക് എന്റെ മനസ്സ് പോലും മാറ്റാൻ കഴിയില്ല, പിന്നെയല്ലേ ഡ്രാഗോയുടെ എനിക്ക് നിന്റെ മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ ആരോ പൊക്കിക്കൊണ്ടുപോകുന്നു. ടൂത്ത്ലെസ് ആണെങ്കിൽ ഇത് കണ്ട് ദേഷ്യത്തോടെ കപ്പലിന്റെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അത് സ്നോട്ട്ലൗട്ടും കൂട്ടരുമാണെന്ന് കാണുകയും ടൂത്ത്ലെസ് ആശ്വസിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ റഫ്നെറ്റ് ആണെങ്കിൽ എറിറ്റ് അടിച്ചുവിടുന്ന വലയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനിടെ പെട്ടെന്ന് എറിറ്റിനെ കാണുകയും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നി വലയുടെ നേർക്ക് നിന്നു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്ക് സ്നോട്ട്ലൗട്ടിന്റെ കയ്യിൽ നിന്നും ഹിക്കപ്പ് പറന്നു വന്ന് വീണ്ടും കപ്പലിലേക്ക് ഇറങ്ങിയതും അപ്പോഴേക്ക് ഗോബർ അവിടേക്ക് വന്ന് ഇറങ്ങിയത് കണ്ട് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞത് കേട്ട് എന്നെ അതിന് ആരും ഇവിടെ പിടിച്ചൊന്നും വെച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ സമയം തന്നെ സ്റ്റോയ്ക്കും കപ്പലിലേക്ക് ഇറങ്ങിയത് കണ്ട് ഞാനാണ് എറിറ്റ്, ഇത് എന്റെ കപ്പലാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവനെ തള്ളിയിട്ട് ഡ്രാഗൻ അങ്ങ് കുടുക്കി കളയാൻ. ശേഷം ഹിക്കപ്പിനോട് വീട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ എനിക്കങ്ങനെ വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല, ഞാനിങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഡ്രാഗൻസിനെ കൊണ്ടുപോകാതിരിക്കാനാണ്, അതുകൊണ്ട് ഡ്രാഗയോട് സംസാരിച്ച് ഇതെല്ലാം സോൾവ് ചെയ്യും. പക്ഷേ മോനെ എനിക്ക് ഡ്രാഗയെ അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒരു കഥ പറയാൻ തുടങ്ങുന്നു. വർഷങ്ങൾക്ക് മുന്നേ ലോകത്തിന്റെ പല സ്ഥലത്തു നിന്നുമുള്ള നേതാക്കളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, എങ്ങനെ ഡ്രാഗനിൽ നിന്നും നമ്മുടെ സ്ഥലം സംരക്ഷിക്കാമെന്നുള്ളതിന്റെ. അന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഡ്രാഗോ എന്ന് പറയുന്ന ആർക്കും അറിയാത്ത ഒരുത്തൻ കയറി വരികയുണ്ടായി. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ആയുധം പോലും ഉണ്ടായിരുന്നില്ല. കൂടാതെ അവനെന്ന് പറഞ്ഞത് ഡ്രാഗൻസിനെ അവന് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് അത് വെച്ച് എല്ലാരെയും ഞാൻ രക്ഷപ്പെടുത്താം, പക്ഷേ എന്നെ നിങ്ങളുടെയൊക്കെ ലീഡറാക്കി മാറ്റണമെന്ന് അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും വന്ന് ചിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ പുറത്തോട്ട് പോയതും അവന്റെ പ്രത്യേകതരം ഡ്രാഗൻസ് വന്ന് അവിടെയുള്ള എല്ലാവരെയും കൊന്നൊടുക്കി. അതിൽ ഞാൻ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടതെന്നും പറയുന്നു. അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അവന്റെ മനസ്സ് മാറ്റാൻ കഴിയത്തില്ല, കാരണം അവൻ വെറുതെ ആളുകളെ കൊന്നുകളയും എന്നും പറയുന്നുണ്ടെങ്കിലും ഹിക്കപ്പ് വീണ്ടും ഡ്രാഗന്റെ മേലേക്ക് കയറുകയും നിങ്ങളുടെ മനസ്സ് എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഉറപ്പായും ഡ്രാഗോയുടെയും മാറ്റാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ഹിക്കപ്പ് പറയുകയും അവിടെ നിന്നും പറന്നു പോവുകയും ചെയ്യും. ഇത് കണ്ട് ആസ്റ്റണും പിന്നാലെ പോകാൻ നോക്കുമ്പോൾ പോവരുതെന്ന് സ്റ്റോയ്ക്ക് പറയുകയും ഇനി നിന്നെയും തിരയാൻ പറ്റില്ലെന്നും പറയാൻ. റഫ്നെറ്റ് ആണെങ്കിൽ എറിറ്റിനെ പോയി പ്രേമിച്ച് കൊല്ലുകയാണ്, പക്ഷെ അവനിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ശേഷം കാണിക്കുന്നത് ഡ്രാഗന്റെ മേലെ ഇരുന്ന് വാട്ടുപിടിച്ചുകൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഹിക്കപ്പിനെയാണ്. അവനാണെങ്കിൽ നിന്നെയൊന്നും ഒരു ഡ്രാഗോ വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന് ടൂത്ത്ലെസിനോട് പറയുന്നു. എന്നാൽ പെട്ടെന്ന് പുറകിലൂടെ ആരോ വരുന്നതായി തോന്നിയതും അച്ഛനാണെന്ന് എഴുതി വഴക്കടിക്കാൻ പോയതും ഒരു മുഖമൂടിയും ഒരു ഡ്രാഗനും കണ്ട് ടൂത്ത്ലെസും അവനും ഞെട്ടിപ്പോകുന്നു. അതോടെ അത് പെട്ടെന്ന് വീണ്ടും അടിയിലേക്ക് പോവുകയും ഒറ്റയടിക്ക് പൊങ്ങി വന്ന് അവർക്ക് ചുറ്റും പറക്കുകയാണ്. വലിയൊരു ഡ്രാഗനാണ് അവർക്ക് ചുറ്റും ഇപ്പോ പറന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു സമയം വട്ടമിട്ട് പറന്നതിന് ശേഷം നേർക്ക് വരികയും ഹിക്കപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പുറകിലൂടെ ഒരു ഡ്രാഗൻ വന്ന് അവനെ പിടിക്കുകയും അവനില്ലാത്തത് കൊണ്ട് തന്നെ ടൂത്ത്ലെസ് താഴേക്ക് വീഴുകയും ചെയ്യും. ഇതോടെ അത് അതിന്റെ മുഴുവൻ ശക്തിയും എടുത്ത് മുകളിലേക്ക് പറന്നു വരാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിലുള്ള വാല് കൺട്രോൾ ചെയ്താൽ മാത്രമേ അതിന് പറക്കാൻ പറ്റത്തുള്ളൂ. അതാണെങ്കിൽ ഇപ്പോ നടു കടലിലാണ് വീണിരിക്കുന്നത്. ഈ സമയം വലിയൊരു തിമിംഗലം പോലെയുള്ള ഡ്രാഗൻ വരികയും അതിനെ വിഴുങ്ങുകയും ചെയ്യും. ഹിക്കപ്പാണെങ്കിൽ ആ പിടിച്ചോണ്ട് പൊക്കൊണ്ടിരിക്കുന്ന ആളോട് എന്റെ ഡ്രാഗന് ഞാനില്ലാതെ പറക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവിടെ കിടന്ന് അവൻ മരിച്ചു പോകുമെന്ന് എത്രയൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവരവനെ നോക്കുന്നത് പോലുമില്ല. ശേഷം അവനെ നേരെ കൊണ്ടുപോകുന്നത് ആ ഐസ് കൊണ്ടുണ്ടാക്കിയ വലിയൊരു സ്ഥലത്തേക്കാണ്. അത് കണ്ടതും ഇവരുടെ അടുത്തായിരിക്കും ഐസ് തുപ്പുന്ന ഡ്രാഗൻ ഉള്ളതെന്ന് ഹിക്കപ്പിന് മനസ്സിലാവുന്നു. അങ്ങനെ അവിടെ എത്തിയതും അവനെ ഡ്രാഗന്റെ നടുവിലായി ഇട്ട് കളയുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഡ്രാഗൻസ് ഒക്കെ അവന് നേർക്ക് വരാൻ തുടങ്ങുന്നു. ഇത് കണ്ട ഹിക്കപ്പ് പെട്ടെന്ന് അവൻ വാളെടുത്ത് തീ കത്തിച്ച് അതിനെ മയക്കുകയും അവന്റെ ഗ്യാസ് സ്പ്രേ ഒക്കെ ചുറ്റുമടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. ഇതെല്ലാം ആ മുഖംമൂടിക്കാരൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവൻ ഡ്രാഗനെ മെരുക്കുന്നത് കണ്ടതും മുഖംമൂടിക്കാരൻ അങ്ങോട്ടേക്ക് വന്നത് കണ്ട് നിങ്ങളാണോ ഡ്രാഗോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ പെട്ടെന്ന് അയാളുടെ വടി നിലത്തേക്കിട്ട് അടിച്ചതും ഒരു ഡ്രാഗൻ വന്ന് ടൂത്ത്ലെസിനെ അവിടെ കൊണ്ടിടും. അവനെ കണ്ടതും ഹിക്കപ്പിന് ഒരുപാട് സന്തോഷമാവുകയും മുത്തെ നിന്നെ കാണാത്തോണ്ട് ഞാൻ എത്രയോ വിഷമിച്ചു എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു. ആ സമയം മുഖംമൂടിക്കാരൻ ഡ്രാഗനോട് എന്തോ കാണിച്ചതും എല്ലാ ഡ്രാഗനും വായിൽ തീ വെക്കുകയും മുഖംമൂടിക്കാരൻ അടുത്തോട്ട് വരാനും തുടങ്ങും. അയാൾ അടുത്തോട്ട് വരുന്നത് കൊണ്ട് തന്നെ ടൂത്ത്ലെസ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ടൂത്ത്ലെസിനെ മുഖംമൂടി മാക്കിക്കളഞ്ഞുകൊണ്ട് ഹിക്കപ്പിനെ തൊടാൻ നോക്കിയതും പെട്ടെന്നെന്തോ മനസ്സിലായതുപോലെ ഹിക്കപ്പ് എന്ന് വിളിക്കുകയും മുഖംമൂടി അയക്കുകയും ചെയ്യും. സത്യത്തിൽ അതൊരു പെണ്ണാണ്. അവളാണെങ്കിൽ ഇത്
ഹിക്കപ്പ് തന്നെയാണോ എന്ന് വീണ്ടും ചോദിച്ചത് കേട്ട് അതെ ഇത് ഹിക്കപ്പാണ്, പക്ഷെ നിങ്ങളെ എനിക്ക് അറിയില്ലെന്നും പറയാം. നിനക്ക് അറിയാൻ വഴിയില്ല, കാരണം നീ എന്നൊരു കൈക്കുഞ്ഞായിരുന്നു എന്ന് പറയുകയും ഒരു അമ്മയ്ക്ക് കുഞ്ഞ് എത്ര വലുതായാലും മനസ്സിലാവുമെന്നും പറയുന്നു. ഇതോടെ ഹിക്കപ്പിന് ഇതവന്റെ അമ്മയാണെന്ന് മനസ്സിലാവുകയും അവനാ സന്തോഷത്തിൽ ഒച്ച വെക്കാൻ നോക്കുമ്പോൾ ശബ്ദമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവർ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ഇതേ സമയം ജോയ്ക്കും ഗോബറും ആണെങ്കിൽ ഹിക്കപ്പ് ഡ്രാഗോയെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് കണ്ടുപിടിക്കണം ഗോബർ, അല്ലെങ്കിൽ ഡ്രാഗോ അവനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ ആ നൈറ്റ് ഫ്യൂരി ഉള്ളിടത്തോളം കാലം അവനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഗോബറും പറയുകയും മുന്നോട്ട് പോകാനും തുടങ്ങുന്നു. പക്ഷേ താഴെ കടലിലെ മഞ്ഞ് പൊട്ടിയത് കണ്ട് ടോയ്ക്ക് അങ്ങോട്ടേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഹിക്കപ്പിന്റെ ഹെൽമെറ്റ് കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഗോബറും സ്റ്റോയ്ക്കും ഹിക്കപ്പിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് കരുതി പേടിക്കുകയും ഡ്രാഗനോട് അത് മണത്തുകൊണ്ട് ഹിക്കപ്പുള്ള സ്ഥലം കാണിക്കാനും പറയുന്നു. അവനാണെങ്കിൽ അമ്മയുടെ ഒപ്പം പാറകളുടെ ഇടയിലൂടെ ഇങ്ങോട്ടോ കയറി പോവുകയാണ്. അതിനിടെ അവൻ നിങ്ങൾ എന്റെ ശരിക്കും അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരതിനൊന്നും ഉത്തരം പറയാതെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ ഞങ്ങളൊക്കെ കരുതിയത് നിങ്ങൾ മരിച്ചു പോയെന്നാണ്, പിന്നെ നിങ്ങൾ അങ്ങനെ എത്ര കാലം ജീവിച്ചെന്ന് പറയുമ്പോൾ തന്നെ അവൻ ആ സ്ഥലത്തേക്കെത്തി ഞെട്ടിപ്പോകും. അവിടെ കാണാൻ ഒരു ഡ്രാഗന്റെ ലോകം പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രയും മനോഹരമായ ഒരു സ്ഥലം. ഇത് കണ്ട് ഹിക്കപ്പ് ആകെ ഞെട്ടുകയും അപ്പോ കഴിഞ്ഞ 20 വർഷം ഇവിടെയാണോ ജീവിച്ചതെന്നും ചോദിച്ചതും അതേന്ന് പറയുന്നത് കേട്ട് അപ്പോ നിങ്ങളായിരുന്നു ഡ്രാഗൺ ട്രാപ്പേഴ്സിൽ നിന്നും ഡ്രാഗനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി എന്നും ഹിക്കപ്പ് പറയുന്നു. അങ്ങനെ അവന്റെ അമ്മയാണെങ്കിൽ നൈറ്റ് ഫ്യൂരിയെ കണ്ട് ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചതും ഹിക്കപ്പ് അതിന് സമ്മതിക്കുകയും നൈറ്റ് ഫ്യൂരി അവന്റെ അമ്മയോടൊപ്പം വളരെയധികം മെരുങ്ങുകയും ഇതിന് നിന്റെ അതേ വയസ്സാണെന്നും ഇതിനെ നിനക്ക് എവിടെ നിന്നാ കിട്ടിയെന്നും ചോദിക്കുന്നു. ഞാനൊരിക്കലും കാട്ടിൽ പോയപ്പോ ഇവനെ വലയിൽ കുരുങ്ങി കിടക്കുന്നത് കണ്ട് ഞാൻ രക്ഷപ്പെടുത്തിയതാണെന്ന് അവൻ പറയുകയും ഇവിടെയുള്ള ഈ ഡ്രാഗൻസിനെയൊക്കെ ഡ്രാഗോയിൽ നിന്ന് ഞാനും രക്ഷിച്ചതാണെന്ന് വൽക്കയും പറയുകയും നൈറ്റ് ഫ്യൂരിയുടെ വാല് കണ്ട് ഇത് ഡ്രാഗോ ചെയ്തതാണെന്നും ചോദിക്കുന്നു. ഓ അത് ഡ്രാഗോ ചെയ്തതൊന്നുമല്ല, ഇവനെ ഞാൻ തന്നെയാണ് വലയിട്ട് പിടിച്ചത്, അപ്പോ താഴെ വീണ് അവന്റെ വാല് പോയതാണ്, അത് എനിക്കും അറിയാം അവനും അറിയാം. പിന്നീട് ഒരു ചെറിയ പോരാട്ടത്തിൽ എന്റെ കാലൂടെ പോയതോടെ ഞങ്ങൾ രണ്ടും സെയിമായെന്ന് അവൻ പറയുകയും ടൂത്ത്ലെസ് അവനെ എടുത്ത് തോളത്തിടുകയും ചെയ്യും. അല്ല നീ ഡ്രാഗനെ മെരുക്കിയപ്പോ നിന്റെ അച്ഛൻ നിങ്ങളൊന്നും പറഞ്ഞില്ലേ? ഒരുപാട് പ്രശ്നമുണ്ടായിട്ടുണ്ട്, പക്ഷേ ഡ്രാഗനെ പറ്റിയുള്ള എല്ലാ ചിന്താഗതിയും ഞാൻ അവരുടെ മാറ്റിയെടുത്തു. ഇപ്പോ അതുകൊണ്ട് എല്ലാവർക്കും സ്വന്തമായി ഡ്രാഗൻ ഉണ്ടെന്ന് പറഞ്ഞതും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ അവരോട് ഒരുപാട് തവണ ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്, എന്നാൽ അന്നവർ ആരും അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ അമ്മയുടെ കഥ പറയാൻ തുടങ്ങുന്നു. ഞാനും നിന്റെ അച്ഛൻ്റെയോടൊപ്പം വെർക്കിലുണ്ടായിരുന്നപ്പോ ഡ്രാഗനെ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്നത് കണ്ട് ഞാൻ അവരെയൊക്കെ തടയുമായിരുന്നു, എന്നാൽ അവരാരും ഞാൻ പറയുന്നത് കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നിന്നെ കിടത്തിയിരുന്ന വീട്ടിലേക്ക് ഡ്രാഗൻ കയറുന്നത് കണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാനായി അങ്ങോട്ട് പോയി. എന്നാൽ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് നിന്നെ സ്നേഹത്തോടെ നോക്കുന്ന ഡ്രാഗനെയാണ്. ഡ്രാഗൻ അതിനിടെ എന്നെയും കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ ഒന്നും ചെയ്യാതെ അത് എന്നോടൊപ്പം അടുക്കാനേ ശ്രമിച്ചുള്ളൂ. പക്ഷേ ഇതെല്ലാം അധിക നേരം നീണ്ടു നിന്നില്ല. അപ്പോഴേക്കും ഒരു മുന്നറിയിപ്പുമില്ലാതെ സ്റ്റോയ്ക്ക് അതിനെ ആയുധം കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങി. അപ്പോ അതും സ്വയരക്ഷയ്ക്കായി മൊത്തം തീയൂതാൻ തുടങ്ങി. ഇതോടെ ഞാനത് ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നെ അത് തീയൂതുന്നത് നിർത്തുകയും ചെയ്തു. ഈ സമയം സ്റ്റോയ്ക്ക് നിന്നെ തീയിൽ നിന്നും രക്ഷപ്പെടുത്തിയതും ആ ഡ്രാഗൻ എന്നെയും എടുത്ത് അവിടെ നിന്നും പറന്നങ്ങ് പോയി. അന്നാണ് ലാസ്റ്റായി നിന്നെയും നിന്റെ അച്ഛനെയും ബെർക്കിനെയും ഞാൻ കണ്ടതെന്ന് അമ്മ പറയുകയും അന്ന് നിന്റെ അച്ഛനും ബെർക്കിലുള്ളവരും കരുതിയത് ഞാൻ മരിച്ചുപോയെന്നാണ്. അതോടെ എനിക്ക് അങ്ങോട്ട് വരാനും തോന്നിയില്ല. എന്നാൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന്. പിന്നെയുള്ള ജീവിതം ഞാൻ ഇവിടെയാണ് ജീവിച്ചത് എന്ന് പറഞ്ഞ് അവിടെയുള്ള ഏറ്റവും വലിയ ഡ്രാഗനായ ആൽഫ എന്ന് പറയുന്ന ഡ്രാഗനെ കാണിച്ചു കൊടുക്കുകയും ഇതാണ് എല്ലാ ഡ്രാഗൻസിന്റെയും രാജാവ്. പിന്നെ ഇത് ലോകത്തിൽ തന്നെ 2-3 മാത്രമേ ഉള്ളൂ. ഇതിനാണെങ്കിൽ ബാക്കിയുള്ള ഡ്രാഗൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും പറയുന്നു. കൂടാതെ ഈ ഐസുകളൊക്കെ തുപ്പി ഇതാണ് ഇത്രയും വലിയ സ്ഥലമൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഇത് തന്നെയാണ് ഞങ്ങളെ എല്ലാരെയും സുരക്ഷിതമായി നോക്കുന്നതെന്നും വൽക്ക പറയുന്നു. ഇതിനിടെ ആ വലിയ ഡ്രാഗൻ അവർക്ക് നേരെ നോക്കിയതും എല്ലാവരും അതിനെ ബഹുമാനിക്കുകയും ചെയ്യും. ശേഷം ഈ സമയം ഡ്രാഗന് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതേസമയം ആസ്ട്രിഡ് ആണെങ്കിൽ പിള്ളേരുടെ അടുത്തേക്ക് എത്തുകയും അവരോട് കാര്യവും പറയുന്നു. ഹിക്ക പോയിട്ട് ഒരുപാട് നേരമായി, ഈ സമയത്തേക്കും അവൻ തിരിച്ചെത്തേണ്ടതായിരുന്നു, ഇനിയെങ്ങാനും അവൻ ഡ്രാഗോയുടെ കയ്യിൽ പെട്ടിരിക്കുമെന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അവരെ നമ്മൾ സഹായിക്കണമെന്ന് പറഞ്ഞ് നേരെ പറന്ന് എറിറ്റിനെ അങ്ങ് തട്ടിയെടുത്തതും നിങ്ങളെന്താ ചെയ്യുന്നേ? ഇതാണ് മോനെ തട്ടിക്കൊണ്ടുപോവൽ. റഫ്നെറ്റ് ആണെങ്കിൽ അവനെ എന്റെ അടുത്ത് ഇരുത്തുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രിഡ് ആണെങ്കിൽ നീ ഞങ്ങളുടെ ഡ്രാഗോയുടെ അടുത്തേക്ക് എത്തിക്കണം എന്നും പറയുമ്പോൾ ഡ്രാഗോയുടെ സ്ഥലം ഞാൻ നിങ്ങളോട് പറയുന്നതിലും നല്ലത് എന്നെ അങ്ങ് കൊല്ലുന്നതാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആസ്ട്രിഡ് അവനെ അങ്ങ് താഴേക്കിടുകയും ഞാൻ പറയാമെന്ന് അവൻ വിളിച്ചു പറയുന്നത് കേട്ട് അവനെ വീണ്ടും പൊക്കുകയും അവർ ഡ്രാഗോയെ ലക്ഷ്യം വെച്ച് പറന്നു പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇവിടെ ഹിക്കപ്പിനെ കൊണ്ട് അമ്മ കടലിന്റെ നടുവിലെത്തിയിരിക്കുകയാണ്. അവനിത് കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ ഇവിടെ നിന്ന് ചോദിച്ചതും പെട്ടെന്ന് ആൽഫ കടലിൽ നിന്നും ചാടി വരികയും മുകളിലേക്ക് മീനിനെ പറത്തി മഴ പോലെ പെയ്തതും എല്ലാ ഡ്രാഗൻസും അത് പിടിച്ച് കഴിക്കുകയും അതുകണ്ട് ടൂത്ത്ലെസ്സും ഒരുപാട് മീനിനെ പിടിച്ച് കഴിക്കുന്നു. ശേഷം അവന്റെ അമ്മയോടൊപ്പം അവൻ ഒരുപാട് സമയം സന്തോഷത്തോടെ ചെലവഴിക്കുകയും അമ്മ ഓരോ
ഡ്രാഗന്റെ മേലെയൊക്കെ കയറി ആകാശത്തോടെ നടന്ന് കഴിവുകളൊക്കെ അവന് കാണിച്ചു കൊടുത്തതും അതൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ പറന്ന് കാണിച്ചു കൊടുക്കുകയും ഇത് കണ്ട് അവന്റെ അമ്മയും ഡ്രാഗൻ ഉൾപ്പെടെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. പക്ഷേ എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ മുന്നിൽ പാറ വരികയും ടൂത്ത്ലെസ് അവനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തി താഴേക്ക് സേഫായി വീണിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ അവനുണ്ടാക്കിയ ചിറകൊക്കെ കണ്ട് ഞെട്ടുകയും ഇത്രയും കാലം നിന്നെ തേടി ഞാൻ വരാതിരുന്നതിൽ സോറി മോനെ, അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുകയും ഞാൻ ഈ 20 വർഷം കൊണ്ട് പഠിച്ചതൊക്കെ നിനക്ക് പഠിപ്പിച്ചു തരുമെന്നും പറഞ്ഞ് അവന്റെ ടൂത്ത്ലെസിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ലോകത്തിലെ എല്ലാ ഡ്രാഗൺസിനും ഓരോ സീക്രറ്റ്സ് ഉണ്ട് എന്നും പറഞ്ഞ് അതിന്റെ തലയുടെ ഒരു ഭാഗത്തേക്ക് തൊട്ടതും അതിന്റെ പുതിയ ചിറകുകൾ വിരിയുകയും ഇനി അവന് കൂടുതൽ ശക്തിയോടെ പറക്കാൻ കഴിയുമെന്നും പറയുന്നു. ടൂത്ത്ലെസിനാണെങ്കിൽ ഇത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ ഡ്രാഗന്റെയും സീക്രറ്റ്സ് ഒരുമിച്ച് കണ്ടുപിടിക്കാം. ഇതാണ് മോനെ ശരിക്കുള്ള നീ, കാരണം എനിക്കും ഒരു ഡ്രാഗനെ കൊല്ലാൻ പറ്റില്ലായിരുന്നു, നിനക്കും അതിന് കഴിഞ്ഞില്ല, കാരണം നമ്മൾ ഒരുപോലെയാണെന്ന് അമ്മ പറയുകയും നമുക്ക് വേൾഡിലെ പല ഡ്രാഗൺസിനെയും കണ്ടെത്തിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും ഇതിനിടെ ഹിക്കപ്പിന് ഡ്രാഗോയെ പറ്റി ഓർമ്മ വന്നതും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഡ്രാഗോയുടെ അടുത്തേക്ക് പോയി സംസാരിച്ച് എല്ലാം സോൾവ് ചെയ്യാമെന്ന് ഹിക്കപ്പ് പറയുമെങ്കിലും ഡ്രാഗോയോട് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഡ്രാഗൺസിനെ സേഫ് ആക്കി ഇങ്ങനെ ജീവിച്ചു പോകാമെന്നാണ് അമ്മ പറയുന്നത്. ഇവിടെ ആസ്ട്രിഡും കൂട്ടരുമാണെങ്കിൽ എറിറ്റിന്റെ സഹായത്തോടെ ഡ്രാഗോയുടെ സ്ഥലത്തേക്ക് എത്തിയതും കുറച്ച് ദൂരെ നിന്ന് അവർ അങ്ങോട്ടേക്ക് ഒളിഞ്ഞു നോക്കുകയും പെട്ടെന്ന് ബാക്കിലൂടെ ഡ്രാഗോയുടെ ആള് വന്ന് മയക്കുവെടി വെച്ച് ഡ്രാഗനെയൊക്കെ വീഴ്ത്തുകയും അവരെ എല്ലാവരെയും പിടിക്കുകയും ചെയ്യും. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ആസ്ട്രിഡിനും കുട്ടികൾക്കും എന്ത് സംഭവിക്കുമെന്ന് രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത പാർട്ടുമായി ഉടൻ വരാമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ഗുഡ് ബൈ.